ലെറ്റ്സ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 28ന്റെ ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മഞ്ഞ് പോലെ വെള്ളയായത് എന്ത് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം യേശുവിന്റെ ഉടുപ്പ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. മത്തായി 28-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, പിറ്റേ ദിവസം പ്രഭാതം വരെ കൈവശം ഇരിക്കാൻ പാടില്ലാത്തത് എന്ത് എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം കൂലിക്കാരന്റെ കൂലി. ഓക്കെ, ലേവ്യ 19-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ആരെയെല്ലാം തിരയുവാൻ പാടില്ല. അതിന്റെ ഉത്തരം വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും. ഓക്കെ, ലേവ്യ 19-ന്റെ 31-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അന്യദേവന്റെ പേരെന്ത്? പാഠഭാഗത്ത് ഈ ദേവന്റെ പേര് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? ഇതായിരുന്നു നാലാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം മോലക് എന്നുള്ളതാണ്. 4 പ്രാവശ്യമാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ലേവ്യ 20-ാം അധ്യായം 2, 3, 4, 5 വാക്യങ്ങളിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ദേശത്തിന്റെ പേരിൽ അറിയപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ പേര് ചേർത്ത് അറിയപ്പെട്ട സ്ത്രീ ആര് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം മഗ്ദലക്കാരത്തി മറിയ. ഓക്കെ, ദേശം എന്ന് പറയുന്നത് മഗ്ദല. മത്തായി 28-ന്റെ 1-ാമത്തെ വാക്യത്തിലാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എല്ലാവരും അയച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ശരി ഉത്തരം അയച്ചവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻസ് എന്ന് പറയുന്നത് ലേവ്യ പുസ്തകം 23 മുതൽ 26 വരെയും മാർക്കോസ് 1-ാം അധ്യായത്തിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. അടുത്ത് നമുക്ക് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ, ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.